ഈ മോഡ്യൂളിൽ നമുക്ക് നോക്കാനുള്ളത് മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസ്. ഉദാഹരണത്തിന് ഒരു സിംഗിൾ വേരിയബിൾസ് മാത്രമുള്ള സമയത്ത് നമ്മൾ സിംഗിൾ ഇൻ്റഗ്രൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ മൾട്ടി വേരിയബിൾസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസ് അപ്ലൈ ചെയ്യണം. അതിൻ്റെ ബേസിക് ആയിട്ടൊരു ജോമെട്രിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ നമുക്കൊന്ന് നോക്കാം. ദറ്റ് ഈസ് എക്സ് വൈ ഒരു ഇറഗുലർ സിസ്റ്റം, ഒരു ഇറഗുലർ റീജിയൻ ആർ. ഇതിനെ ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇവിടെ എടുക്കുക. ഒരു എലിമെൻ്റൽ ഏരിയ സേ ഇറ്റ് ഈസ് ഡി എക്സ്, ഇതിൻ്റെ ഡി വൈ. അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഡി എക്സ് ഇൻറ്റു ഡി വൈ. ഇവിടെ നമുക്ക് രണ്ട് ലിമിറ്റ് എടുക്കാം. സേ ദിസ് ഈസ് x1 ആൻഡ് ദിസ് ഈസ് x2. ഇവിടുത്തെ ലിമിറ്റ് ആണെങ്കിൽ y1 ഇത് y2. സോ ടോട്ടൽ ഏരിയ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ദിസ് ഏരിയ ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ y1 ടു y2 or x1 to x2, x1 to x2. The function of this region is f of xy, f of xy dx dy എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ രണ്ട് ലിമിറ്റ്സ് എടുക്കുന്നു. വൈയുടെ ലിമിറ്റ്സും എടുക്കുന്നു, എക്സിൻ്റെ ലിമിറ്റ്സും. നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളെല്ലാം പഠിച്ചിട്ടുള്ളത് ബൗണ്ടഡ് ഏരിയ അണ്ടർ ദ ബൗണ്ടഡ് റീജിയൻസിൽ ഒന്നുകിൽ എക്സിൻ്റെ ലിമിറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ വൈയുടെ ലിമിറ്റ് എടുക്കുന്നു, കർവിൻ്റെ വേരിയേഷൻ അനുസരിച്ച്. ഇനി ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ട്യൂട്ടോറിയൽ, ഫസ്റ്റ് ട്യൂട്ടോറിയൽ എടുത്ത് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. Integral 0 to 1, integral 0 to double integral 0 to 1 by root of 1 minus x square into 1 by root of 1 minus y square dx dy. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് വേണമെങ്കിൽ എക്സിൻ്റെ ലിമിറ്റായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതും എടുക്കാം. ഞാനിപ്പോൾ ഡി എക്സിൻ്റെ വേരിയബിളാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1. അപ്പോൾ 1 by root of 1 minus x സ്ക്വയറിനാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം 1 by root of 1 minus x square into dx എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ്. സോ 0 to 1. പിന്നെ ഉള്ളത് സൈൻ ഇൻവേഴ്സ് y 1 by root of 1 minus y സ്ക്വയർ dy എന്നുള്ളത്. നമ്മളതിനെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് 1 മൈനസ് സൈൻ ഇൻവേഴ്സ് 0, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 by root of 1 minus y square dy. So this is നമുക്കെന്ത് പറയാൻ പറ്റും? സൈൻ ഇൻവേഴ്സ് 1 ഈസ് പൈ ബൈ 2 മൈനസ് 0 ഇൻറ്റു ഇവിടെയും സൈൻ ഇൻവേഴ്സ് y എന്ന് വരും. സൈൻ ഇൻവേഴ്സ് y ഇറ്റ് ഈസ് ഓൾസോ 0 to 1 പൈ ബൈ 2 മൈനസ് 0 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 മൈനസ് സൈൻ ഇൻവേഴ്സ് 0. അവിടെയും പൈ ബൈ 2 മൈനസ് 0 ആണ്. സോ ആൻസർ ഈസ് പൈ സ്ക്വയർഡ് ബൈ 4. അപ്പോൾ ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ ഡെഫിനിഷനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്യൂട്ടോറിയൽ പ്രോബ്ലം എടുത്തത്. എന്നാൽ ഇവിടെ രണ്ട് സ്പെഷ്യൽ കേസസ് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഒന്ന്, when y1 and y2 are considered as the functions of x. See, അപ്പോൾ ഇവിടെ ഞാനൊരു ഗ്രാഫ് നമ്മൾ വരച്ചു. ഇവിടെ ഇങ്ങനെ ഒരു കർവ്, this curve. Here this is y1 is equal to f1 of x, y2 is equal to f2 of x, and the limits of x is x equal to x1 and x equal to x2. അപ്പോൾ ഇവിടെ ആ സമയത്ത് നമുക്കിവിടെ ഇങ്ങനെ എടുക്കാം മൾട്ടിപ്പിൾ ഇൻ്റഗ്രലിൽ ഫങ്ഷൻസിൻ്റെ. ഇവിടെ നമ്മൾ എടുക്കുന്ന സ്ട്രിപ്പിൻ്റെ പേര് വെർട്ടിക്കൽ സ്ട്രിപ്പ് എന്നാണ്. ആ സമയത്ത് y1 ആൻഡ് y2 ഫങ്ഷൻസ് ഓഫ് എക്സ് ആയിട്ട് തന്നിരിക്കുമ്പോൾ നമ്മളൊരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കും. y1, സോ ദിസ് ഹിയർ y വേരീസ് ഫ്രം y1 ഈക്വൽ ടു f1 x to y2 ഈക്വൽ ടു f2x ആൻഡ് x ഈസ് വേരിയിങ് ഫ്രം x ഈക്വൽ ടു x1 ടു x ഈക്വൽ ടു x2. അങ്ങനെ അപ്പോൾ ദിസ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ, ന്യൂമറിക്കൽ വാല്യൂ ആണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് എ ടേം കണ്ടെയ്നിങ് എക്സ് ആണ്. അപ്പോൾ ആദ്യം അത് നമ്മൾ എഴുതും. y1 ഈക്വൽ ടു f1x, ദെൻ y2 ഈക്വൽ ടു f2x ഓഫ് എക്സ്, x1 ടു x2 f of xy dy, dx ഇവിടെ dy dx
കാരണം ആദ്യം വൈയുടെ ലിമിറ്റാണ് ആ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. വൈയുടെ ലിമിറ്റ് തന്നിട്ടുള്ളപ്പോൾ ഡി വൈ വെച്ചിട്ടാണ് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. നമുക്കൊന്ന് നോക്കാം അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതാണ്. Evaluate 0 to 1, 0 to root of 1 minus square dx dy by 1 plus x square y square. So this is equal to integral 0 to 1, 0 to y equal to 0, y equal to root of 1 minus x square, 1 plus x square എന്നാണ്. സോ അപ്പോൾ നമുക്ക് dy ആണ് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. dy by 1 plus root 1 plus x square plus y square. 1 plus x square. നമുക്കിതിനെ this is equal to integral 0 to 1, ആദ്യം വൈയുടെ ലിമിറ്റാണ്. സോ ഡി വൈ ബൈ ഇൻ്റഗ്രൽ 0 to 1 ഡി വൈ, ഇവിടെ ഡി എക്സ് കൂടെ ഉണ്ട്, ഡി വൈ ബൈ ഞാൻ 1 പ്ലസ് എക്സ് സ്ക്വയറിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നുണ്ട്, റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ, ഇവിടെ 1 പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട് റൂട്ട്, അതായത് ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ഇത് ദിസ് ഈസ് ഓഫ് ദ ഫോം 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ ഫോമായി, ഇവിടെ 1 ബൈ 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഫോമായി. ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പോൾ ഇതനുസരിച്ച് ഇൻ്റഗ്രൽ 0 to 1 എനിക്കിതിനെ പറയാൻ പറ്റും 1 ബൈ എ ഈസ് 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ, 1 പ്ലസ് എക്സ് സ്ക്വയർ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എ, വൈ ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് x square. So the limit is 0 to root of 1 plus x square. അപ്പോൾ നമുക്ക് ഇതിനെ ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടുമെന്ന് നോക്കാം. സോ ഇൻ്റഗ്രൽ 0 to 1 by root of 1 plus x square tan inverse root of 1 plus x square by root of 1 plus x square minus tan inverse 0 of dx എന്നാണ്. ഇവിടെ ഡി എക്സ് കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് 0, ടാൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് 0. വാട്ട് ഈസ് ടാൻ ഇൻവേഴ്സ് 1? ടാൻ ഇൻവേഴ്സ് 1 ഈസ് പൈ ബൈ 4. സോ ഇൻ്റഗ്രൽ 0 to 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ, ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ദിസ് ഈസ് ഡി എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് 1, ടാൻ ഇൻവേഴ്സ് 1, tan inverse 1 minus tan inverse 0. So this is pi by 4 integral root of 1 by 1 plus 1 root of 1 plus x square dx. ഇനി അടുത്ത integral 1 by root of x square plus a square, that is log of x plus root of x square plus a square. അതാണ് അവിടുത്തെ ഫോർമുല. നമ്മൾ അതൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. pi by 4 into log x plus root of x square plus 1, ലിമിറ്റ് 0 മുതൽ 1 വരെ. അപ്പോൾ പൈ ബൈ 4 ലോഗ് അപ്പർ ലിമിറ്റ് 1 പ്ലസ് റൂട്ട് 1 പ്ലസ് 1, സോ 1 പ്ലസ് റൂട്ട് 2. മറ്റേതാണെങ്കിൽ 0 ആകുമ്പോൾ ലോഗ് 1 0 ആയിട്ട് പോകും. സോ പൈ ബൈ 4 ഇൻറ്റു ലോഗ് 1 പ്ലസ് റൂട്ട് 2. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് ഫസ്റ്റ് കേസ് വെൻ y1 ആൻഡ് y2 ആർ ദി ഫങ്ഷൻസ് ഓഫ് എക്സ് എന്നതാണ് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്ത കേസിൽ വെൻ x1 ആൻഡ് x2 ആർ എക്സ്പ്രസ്ഡ് ആസ് ദി ഫങ്ഷൻസ് ഓഫ് എക്സ് വൈ, അത് നമുക്കൊന്ന് നോക്കാം. ദാറ്റ് ഈസ് അവിടെ ഇങ്ങനെയായിരിക്കും. ദിസ് ഇസ് ദ വേരിയേഷൻ x1 ഈക്വൽ ടു f1y ആൻഡ് x2 ഇസ് ഈക്വൽ ടു f2y, y ഈക്വൽ ടു y1 and y equal to y2. അപ്പോൾ ആ സമയത്ത് ദ ഡബിൾ ഇൻ്റഗ്രൽസ് ബിക്കംസ്, ആദ്യം ഫംഗ്ഷൻ ഓഫ് y തന്നിട്ടുള്ളത് നമ്മൾ അവിടെ എഴുതും. ഫംഗ്ഷൻ ഓഫ് y തന്നിട്ടുള്ളതാണ് ആദ്യം അവിടെ നമ്മൾ എഴുതുന്നത്. സോ ദാറ്റ് ഈസ് x1 ഈക്വൽ ടു f1y, ദെൻ x2 ഈക്വൽ ടു f2y എന്ന് എഴുതും. y1 ടു y2 f ഓഫ് xy d, ആ സമയത്ത് എക്സിൻ്റെ ലിമിറ്റാണ് ആദ്യം തന്നിരിക്കുന്നതെങ്കിൽ dx, dx dy. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ 0 to 2 0 മൈനസ് റൂട്ട് ഓഫ് 4 മൈനസ് വൈ സ്ക്വയർ, 4 മൈനസ് വൈ സ്ക്വയർ ടു പ്ലസ് റൂട്ട് ഓഫ് 4 മൈനസ് വൈ സ്ക്വയർ dx dy. So
ഹിയർ ദിസ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ, നമുക്കറിയാൻ പറ്റുന്നതാണ്. പുട്ട് y ഈക്വൽ ടു മൈനസ് y ഇട്ട് കൊടുത്താലും കറക്റ്റാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ദ ഫംഗ്ഷൻ ക്യാൻ ബി റിട്ടൺ ആസ് 0 to 2 into 0 2 into, ഞാൻ അതിനിങ്ങനെ എഴുതിയാണ്, 2 into 0 to root of 4 minus y square dx dy. So that is equal to 2 into 0 to 2 integral 1 dx. 1 dx is x. So x, the limit is 0 to root of 4 minus y square dy. അപ്പോൾ 2 into root of 0 to 2 root of 4 minus y square dy എന്ന് വന്നു.